സ്വയം കീഴടങ്ങിയവൻ 1000 തവണ 1000 പേരെ തോൽപ്പിച്ചവനേക്കാൾ വലിയ വീരനാണ്. കലുഷിതമായ മനസ്സോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കാളവണ്ടിയുടെ ചക്രങ്ങൾ കാളയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നതുപോലെ കഷ്ടപ്പാടുകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാം മനസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മനസ്സിനാൽ നയിക്കപ്പെടുന്നു, മനസ്സിനാൽ രൂപപ്പെടുന്നു. ഒരാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കാറ്റിൽ പറക്കുന്ന പതിരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ തന്ത്രശാലിയായ ചൂതാട്ടക്കാരൻ തൻ്റെ പകിടകൾ മറയ്ക്കുന്നതുപോലെ അയാൾ സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നത് എളുപ്പമാണ്, എന്നാൽ സ്വന്തം തെറ്റുകൾ കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വാക്കിലോ പ്രവൃത്തിയിലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. മിതമായി കഴിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക, ഏറ്റവും ഉയർന്ന ബോധതലം അന്വേഷിക്കുക, ഭൂമിയുടെ നിയമപ്രകാരം സ്വയം യജമാനനായി മാറുക. ഇതാണ് ഗുരുക്കന്മാരുടെ ലളിതമായ ഉപദേശം. ചെറിയ ചാലുകളിലൂടെ ഒഴുകുന്ന ജലം ശബ്ദത്തോടെ ഒഴുകുന്നു. വലിയ ഒഴുക്ക് നിശബ്ദമാണ്. നിറയാത്തതെന്തും തന്നെ ശബ്ദമുണ്ടാക്കുന്നു, എന്നാൽ നിറഞ്ഞിരിക്കുന്നതെന്തും വളരെ നിശബ്ദമാണ്. ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. യാതൊരു കാരണവശാലും അവരുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ വിളക്കായിരിക്കുക. നിങ്ങളുടെ സ്വന്തം അഭയ കേന്ദ്രമാക്കുക. നിങ്ങൾ മറ്റൊന്നിനു വേണ്ടിയും അന്വേഷിക്കരുത്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ കൂടിയും കടന്നു പോകണം. ഉത്സാഹത്തോടെ പരിശ്രമിക്കുക. വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും.